നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൊബൈൽ ഫോണിൽ കാർട്ടൂൺ കണ്ടുകൊണ്ടിരുന്ന 5 വയസ്സുകാരി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. അമ്മയ്ക്കരികെ കിടന്ന് കാർട്ടൂൺ കാണുന്നതിനിടെ പെട്ടെന്ന് ഫോൺ കയ്യിൽ നിന്ന് വീഴുകയും കുട്ടി അബോധാവസ്ഥയിലാവുകയുമായിരുന്നു. ഉത്തർപ്രദേശിലെ അറോറ ജില്ലയിലാണ് കാമിനി എന്ന കുട്ടിക്ക് ദാരുണാന്ത്യമുണ്ടായത്. അമ്മയ്ക്കരികെ കിടന്ന് കാർട്ടൂൺ കാണുന്നതിനിടെ പെട്ടെന്ന് ഫോൺ കയ്യിൽ നിന്ന് വീഴുകയും കുട്ടി അബോധാവസ്ഥയിലാവുകയുമായിരുന്നു. ഉടൻ തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടി മരിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് കുട്ടി മരിച്ചുവെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് ഹസൻപൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഇൻചാർജ് ധ്രുവേന്ദ്ര കുമാർ പറഞ്ഞു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിട്ടു നൽകാൻ കുടുംബത്തോട് അഭ്യർത്ഥിച്ചുവെങ്കിലും അവർ സമ്മതിച്ചില്ല. ഹൃദയാഘാതം തന്നെയാണോ മറ്റെന്തെങ്കിലും രോഗമാണോ മരണകാരണമെന്ന് അറിയാൻ അന്വേഷണം ആവശ്യമാണെന്നും അംറോഹ ചീഫ് മെഡിക്കൽ ഓഫീസർ സത്യപാൽ സിംഗ് പറഞ്ഞു. എന്നാൽ ഇതാദ്യമായല്ല പ്രദേശത്ത് ഇത്തരത്തിൽ മരണം സംഭവിക്കുന്നത്. അംറോഹ, ബിജ്നോർ ജില്ലകളിലായി കഴിഞ്ഞ 2 മാസത്തിനിടെ 10ഓളം കുട്ടികളും യുവാക്കളും സമാനമായ രീതിയിൽ ഹൃദയാഘാതം മരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. 2023 ഡിസംബർ 31-ന് അംറോഹയിലെ ഹസൻപൂരിൽ ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ 16-കാരനായ പ്രിൻസ് കുമാർ ബോധരഹിതനായി വീണു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. ബിജ്നോർ സ്വദേശിനിയായ 12-കാരി ഷിപ്ര 2023 ഡിസംബർ 9-ന് ക്ലാസ് മുറിയിൽ കുഴഞ്ഞു വീണ് മരിച്ചിരുന്നു. തണുത്ത കാലാവസ്ഥ കാരണം ഹൃദയാഘാതം സാധാരണമാണ്. ഓക്സിജന്റെ അളവും രക്തസമ്മർദ്ദവും കുറയുന്നു. ഇത് രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു, സീനിയർ ഫിസിഷ്യൻ രാഹുൽ ബിഷ്ണോയി പറഞ്ഞു. മുതിർന്നവരിൽ മാത്രം കേട്ടുപരിചയിച്ച ഹൃദയാഘാതം ഇന്ന് കുട്ടികളിലും കൂടി വരികയാണ്. കൊഗ്നിഷൻ ഹാർട്ട് ഡിഫക്ട്സ് ഉള്ള കുട്ടികളിൽ ഹൃദയാഘാതം വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഡോക്ടർ പറയുന്നു. ഇത്തരം അവസ്ഥകളിൽ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ചിലപ്പോൾ ഇത്തരം ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുപ്പം മുതൽ ഉള്ളവരിൽ രക്തത്തിന്റെ ഒഴുക്ക് കുറയാനും ഇത് ഹൃദയാഘാതത്തിലേക്ക് പോകാനും സാധ്യത കൂട്ടുന്നു. ഇവ കൂടാതെ നവജാത ശിശുക്കളിൽ ന്യൂമോണിയ പോലെയുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളിൽ ന്യൂമോണിയ വർദ്ധിച്ചാലെല്ലാം അത് ഹൃദയത്തിലേക്ക് മിതമായി സമ്മർദ്ദം ചെലുത്തുകയും ഇത് ഹൃദയാഘാതത്തിന് മറ്റൊരു കാരണമായി മാറുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ, വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത്, ഷോക്ക് ഏൽക്കുന്നത് എന്നിവയെല്ലാം പെട്ടെന്നുള്ള ഹൃദയാഘാതത്തിലേക്ക് നയിക്കുന്നുണ്ട്. അതുപോലെ ചില കുട്ടികൾക്ക് നേരത്തെ കണ്ടെത്താത്ത എന്തെങ്കിലും ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഇതും ഹൃദയാഘാതത്തിലേക്ക് നയിക്കുന്ന കാരണമാണ്. അമിതമായി മരുന്ന് കുത്തിവെക്കുന്നത് അല്ലെങ്കിൽ ഓവർഡോസ് മരുന്ന് കഴിക്കുന്നതെല്ലാം ഹൃദയത്തിന്റെ താളം അപകടാവസ്ഥയിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് എന്തെങ്കിലും അപകടം മൂലം ഉണ്ടായ മാനസിക അവസ്ഥയും ഹൃദയാഘാതത്തിന് ഒരു കാരണമാണെന്ന് ഡോക്ടർ പറയുന്നു. പെട്ടെന്ന് തന്നെ നെഞ്ചിൽ ഒരു വേദന അല്ലെങ്കിൽ അസ്വസ്ഥത അനുഭവപ്പെടാം. അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ തളർന്നു പോകുന്നത് ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് തളർച്ച, തലകറക്കം എന്നിവ കാണപ്പെടാം. അമിതമായിട്ടുള്ള ക്ഷീണം, ചെറിയ രീതിയിൽ തലവേദന എന്നിവ കാണപ്പെടാറുണ്ട്. ചിലരിൽ ഹാർട്ട് റേറ്റ് അമിതമായി കൂടുന്ന അവസ്ഥയും ഉണ്ടാകുന്നു. ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ട്, അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം, പതിവില്ലാത്ത അമിതമായിട്ടുള്ള തളർച്ച എന്നിവയെല്ലാം ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങളാണ്. ഹൃദയാഘാതം വന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് ഒരു ആംബുലൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി വിളിച്ച് വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കുക എന്നതാണ്. അതുപോലെ തന്നെ കുട്ടി നിങ്ങൾ ചോദിക്കുന്നതിനോട് പ്രതികരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അവർ പ്രതികരിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അവർക്ക് ഹൃദയാഘാതമാണ് എന്നതാണ്. അതുപോലെ തന്നെ കുട്ടിയുടെ തല പുറകിലേക്ക് ചരിച്ച് വായ തുറന്ന് വായു സഞ്ചാരം ഉറപ്പാക്കണം. അതുപോലെ തന്നെ കുട്ടിയുടെ ശ്വാസം പരിശോധിക്കുക. കുട്ടി ശ്വസിക്കുന്നുണ്ടെങ്കിൽ CPR ഉടനെ കൊടുക്കേണ്ടത് അനിവാര്യമാണ്. കുട്ടിയുടെ ഒരു കൈ നെഞ്ചിലും ഒരു കൈ തലയിലുമായി വെക്കണം. അതുപോലെ നെഞ്ചിൽ നന്നായി സമ്മർദ്ദം കൊടുത്ത് ഞെക്കി നോക്കുക. വേഗത്തിൽ ആശുപത്രിയിൽ എത്തിച്ച് ഡോക്ടറെ കാണിക്കുക എന്നതാണ് ഏറ്റവും നല്ല മാർഗം.